ഹായ് ഫ്രണ്ട്സ്, ഹോം ഫ്ലേവേഴ്സ് കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഈന്തപ്പഴ കേക്കാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്കിതിനായി ആവശ്യമുള്ളത് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് 1.5 കപ്പ്, ഈന്തപ്പഴം കട്ട് ചെയ്തത് 3/4 കപ്പ്, മൈദ 1.5 കപ്പ്, നട്ട്സും കിസ്മിസും 1/4 കപ്പ് വീതം, ഓയിൽ 1/2 കപ്പ്, ബേക്കിംഗ് പൗഡർ 1.5 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, മുട്ട 3 എണ്ണം, കറുവപ്പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ, പാൽ ആവശ്യത്തിന്, ഉപ്പ് 1/4 ടീസ്പൂൺ, പഞ്ചസാര 1 കപ്പ്, കാരമലൈസ്ഡ് ഷുഗർ 1/2 കപ്പ്, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി നമുക്കിത് തയ്യാറാക്കി തുടങ്ങാം. ആദ്യം എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ നമുക്ക് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് മൈദ, ബേക്കിംഗ് സോഡ, കറുവപ്പട്ട പൊടിച്ചത്, ബേക്കിംഗ് പൗഡർ, ഉപ്പ് എന്നിവ നന്നായി അരിച്ചെടുക്കാം. ഇനി ഈ പൊടികളെല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. മിക്സ് ചെയ്യാനായി വിസ്ക് ഉപയോഗിക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, കട്ട് ചെയ്ത് വെച്ച ഈന്തപ്പഴം, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഒരു 3 സ്പൂൺ മൈദ എന്നിവയിട്ട് നന്നായി ഇളക്കിയെടുക്കാം. മൈദ ഇടുന്നത് കേക്ക് ബേക്ക് ആകുന്ന സമയത്ത് ഈ ചേരുവകളൊന്നും തന്നെ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും നമുക്ക് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന 3 മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റ് ചെയ്യാനായി ബീറ്ററാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. വിസ്ക് ഉപയോഗിച്ച് അടിച്ചെടുത്താലും മതി. ബീറ്റ് ചെയ്ത മുട്ടയിലേക്ക് എടുത്തു വെച്ച പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് അടിച്ചെടുക്കാം. അടുത്തതായി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണ ചേർക്കരുത്. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് മാറുമ്പോൾ ആദ്യം നമ്മൾ അരിച്ചു വെച്ചിരുന്ന പൊടികൾ കുറേശ്ശെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ക്യാരറ്റ് ഈന്തപ്പഴം മിക്സ് കൂടി ചേർത്തിളക്കി കൊടുക്കാം. ഇനി ഈ മിക്സിലേക്ക് കുറേശ്ശെ പാൽ ചേർത്തിളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഈന്തപ്പഴം കേക്ക് മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ മിക്സ് നമുക്കൊരു കേക്ക് ട്രേയിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോയുടെ കേക്ക് ട്രേ ആണ്. അതിൻ്റെ സൈഡിലും താഴെയുമായി നന്നായി ബട്ടർ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വയ്ക്കാം. ഇനി അതിലേക്ക് കേക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കാം.
അതിൽ എയർ ബബിൾസ് പോകാനായി നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യാനായി ഓവനല്ല ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു പാത്രത്തിലാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അതിനായി ഒരു പാത്രത്തിൽ ഒരു ബേക്കിംഗ് റാക്ക് വെച്ച് അതിൻ്റെ മുകളിലേക്ക് കേക്ക് മിക്സ് ഇറക്കി വെച്ച് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് കൊണ്ട് മൂടി വെച്ച് 1 മണിക്കൂർ ബേക്ക് ചെയ്യാം. ഇപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായി ബേക്കായോ എന്നറിയാൻ ഒരു 2 സ്റ്റിക്ക് ഇറക്കി നോക്കാം. ഇതിലൊന്നും പറ്റി പിടിക്കുന്നില്ല. കേക്ക് നന്നായി ബേക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ കേക്ക് തയ്യാറായി നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ കേക്ക് നന്നായി ഇളകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.